അധിനിവേശ മോഹവുമായി ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മുന്നോട്ട് പോകുന്ന ആൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വർഷം 3 പിന്നിട്ടിട്ടും യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യോമപരിധി ലംഘിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും റഷ്യയുടെ മിസൈലുകളും എയർക്രാഫ്റ്ററുകളും പറക്കുകയും ചെയ്തു. പുതിയ ലോകക്രമം എന്ന ലക്ഷ്യത്തിനായി പദ്ധതികൾ മേയുന്ന റഷ്യയെ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് ഉറപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലൊരു കവചം തീർക്കാൻ തയ്യാറാവുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഡ്രോൺ വാൾ അഥവാ ഡ്രോൺ മതിൽ എന്ന ആശയമാണ് യൂറോപ്യൻ യൂണിയൻ അതിനായി കൊണ്ടുവന്നിരിക്കുന്നതും. അജ്ഞാത ഡ്രോണുകൾ ഡെൻമാർക്ക് വിമാനത്താവളങ്ങൾക്ക് സമീപം വരെ എത്തിയപ്പോഴാണ് യൂറോപ്പിനെ എന്ത് വില കൊടുത്തും രക്ഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് EU നേതാക്കൾ എത്തിച്ചേരുന്നത്. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ നിർദ്ദേശിച്ച ഈ ഡ്രോൺ വാൾ എന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, എന്താണ് ഈ ഡ്രോൺ വാൾ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രത്യക്ഷത്തിൽ ഡ്രോണുകൾ കൊണ്ടുള്ള ഒരു പ്രതിരോധമല്ല, മറിച്ച് സെൻസറുകൾ, ജാമറുകൾ തുടങ്ങിയവയുടെ ഒരു കവചമാണിത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയോ അടുത്ത സഖ്യ കക്ഷികളുടെയോ വ്യോമാതിർത്തിയിലൂടെ ശത്രു ഡ്രോണുകൾ പ്രവേശിക്കുമ്പോൾ അവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തടയാനുമുള്ള സംയുക്ത കവചം എന്ന് തന്നെ പറയാം. ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ ചിലവ്, ഫലപ്രാപ്തി എന്നീ കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ശ്രദ്ധിക്കേണ്ടി വരും. ഇക്കാലത്തെ ഡ്രോണുകളുടെ ദ്രുതഗതിയിലുള്ള വികസനവും താങ്ങാനാവുന്ന വിലയും പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയെ നേരിടണമെങ്കിൽ ഏറ്റവും പുത്തൻ സംവിധാനം തങ്ങളുടെ പക്കൽ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയാമെന്ന് വേണം കരുതാൻ. ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ശത്രു ഡ്രോണുകളുടെ നാവിഗേഷൻ, ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെടുത്തി അവയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ വെല്ലുവിളികളും ഏറെയാണ്. $2000 മാത്രം വിലയുള്ള ഡ്രോണുകൾ തടയാൻ ദശലക്ഷക്കണക്കിന് പണം ഈ സംവിധാനത്തിനായി ചിലവഴിക്കാൻ കഴിയില്ലെന്നാണ് നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് തന്നെ പല അഭിപ്രായങ്ങളാണ് ഈ ഡ്രോൺ പദ്ധതിയെക്കുറിച്ചുള്ളത്. റഷ്യ യൂറോപ്പിനെതിരെ ഒരു വൻ യുദ്ധം നടത്തുകയാണ്, അത് എങ്ങനെയെങ്കിലും തടയണമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞപ്പോൾ ഡ്രോൺ മതിൽ പണിയാനുള്ള പദ്ധതി ഒരു വലിയ തെറ്റായിരിക്കുമെന്നാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് വാദിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇതിനെ അനുകൂലിച്ചുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ലെങ്കിലും റഷ്യയെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയേ തീരൂ. കാരണം കഴിഞ്ഞ 2 വർഷത്തിനിടെ കുറഞ്ഞത് 6 തവണയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയത്. ഓഗസ്റ്റ് 20-ന് ശേഷം മാത്രം 3 തവണ. പിന്നാലെ റൊമാനിയയിലും ആക്രമണം നടന്നു. ബാൾട്ടിക് രാജ്യമായ എസ്റ്റോണിയയും സമാനമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഗുരുതരമായ നേറ്റോ വ്യോമാതിർത്തി ലംഘനമാണിതെന്ന് വിലയിരുത്തലും വന്നു. ലിത്വാനിയ, നോർവേ, സ്വീഡൻ, മോൾഡോവ, ജർമ്മനി എന്നിവിടങ്ങളിലും സമാനമായ കടന്നുകയറ്റങ്ങൾ നടത്തി റഷ്യ യൂറോപ്പിനെ വളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ സെപ്റ്റംബർ അവസാനം ഡെൻമാർക്കിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഒരു ഉച്ചകോടി നടക്കാനിരിക്കുന്നതിന് മുമ്പ് ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അനുഭവപ്പെട്ടത്. പോളണ്ടിനെയും റൊമാനിയയുടെയും അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട നേറ്റോ രാജ്യങ്ങളുമായുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ബെലാറസ് സൈനികരുമായി സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതിനിടെ റഷ്യ തങ്ങളുടെ നൂതന ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ EUവിനെതിരെ പുടിൻ തിരിയുമ്പോൾ ഏതു വിധേനയും അത് തടയുക, പ്രതിരോധ മാർഗം ഉടൻ തന്നെ കൊണ്ടുവരിക എന്ന നിലപാടിലേക്ക് എത്തിച്ചേരാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിതരാവുകയാണ്. എന്നാൽ സങ്കീർണതകൾ നിലനിൽക്കുമ്പോൾ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ ഭിന്നാഭിപ്രായം വന്നു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇനിയും ഒരു ആക്രമണവുമായി റഷ്യ മുന്നോട്ട് വന്നാൽ എങ്ങനെ യൂറോപ്പും നേറ്റോയും അത് തടയും? ഡ്രോൺ വാൾ സംവിധാനം ഇനിയും പ്രാവർത്തികമാകുമോ? കണ്ടറിയാം.